ഏതാണ്ട് അരനൂറ്റാണ്ട് മുൻപുള്ള കഥയാണ്. 1976 നിലമ്പൂർ ചന്തക്കുന്നിൽ ആലിക്കായും തന്റെ ഭാര്യയും ചേർന്ന് ഒരു ചായക്കട തുടങ്ങി. കാലത്തിനൊപ്പം ചായക്കടയും ആലിക്കായുടെ 3 മക്കളും വളർന്നു. പൊറോട്ട, ബീഫ് ചോപ്പ്. ബാപ്പയുടെ മരണത്തോടെ ഹോട്ടലിന്റെ നടത്തിപ്പ് മക്കളിലേക്ക്. ഒരുമിച്ച് ഒരേ മനസ്സോടെ കട നടത്തുമ്പോഴും ആലിക്കായുടെ 3 മക്കൾക്കും 3 വ്യത്യസ്ത രാഷ്ട്രീയം. ഒന്നാമത്തെയാൾ അയൂബ്, പാർട്ടി CPM. രണ്ടാമത്തെയാൾ നൌഷാദ്, പാർട്ടി കോൺഗ്രസ്. ചെറുപ്പം മുതലേ കോൺഗ്രസ് അല്ലേ. മൂന്നാമത്തെയാൾ റിഷാദ്, പാർട്ടി CPI. വീടിനുള്ളിൽ സന്ദേശം സിനിമയിലെ പ്രഭാകരനെയും പ്രകാശനെയും പോലെയല്ല അവർ 3 പേർ. കൊടിയുടെ നിറത്തിൽ അവർ തമ്മിൽ അകൽച്ചയിലായിരുന്നുവെങ്കിലും അവർക്കിടയിൽ സ്നേഹത്തിന്റെ അന്തർധാര സജീവമായിരുന്നു. നമ്മൾ ആശയപരമായിട്ട് പല തട്ടുകളിലായിട്ട് മറ്റുള്ള ബന്ധങ്ങൾക്കൊന്നും കോട്ടം തട്ടുന്ന രൂപത്തിലുള്ള ഒരു അങ്ങനത്തെ രാഷ്ട്രീയം നമ്മളെ നാട്ടിലില്ല. നമ്മുടെ ജില്ലയിൽ തന്നെ അങ്ങനെ രാഷ്ട്രീയമല്ല. ഇതൊരു ഫുട്ബോൾ മത്സരം പോലെയാണ്. ഇപ്പോൾ അർജന്റീന ബ്രസീലും ഫൈനൽ കളിക്കുന്ന ആ ഒരു തൃപ്തിയാണപ്പെട്ട ആളുകൾ, ആ ഒരു സമീപനത്തിലെ ആളുകൾ ഈ ഇലക്ഷന് കാണുന്നത്. ആരോഗ്യപരമായ മത്സരം UDF LDF തമ്മിൽ. ഇപ്പോൾ CPM-കാരനായ അയൂബ് പഴയ കോൺഗ്രസ്സുകാരനാണ്. TK ഹംസയ്ക്കൊപ്പം പാർട്ടി വിട്ട പഴയ I ഗ്രൂപ്പുകാരൻ. അന്നത്തെ കാലത്ത് 1982 കുഞ്ഞാക്ക ആര്യാട മുഹമ്മദ് കോൺഗ്രസ് LDF-ലേക്ക് പോകും വരെ ഞാൻ I കോൺഗ്രസ്സിലായിരുന്നു. അന്ന് ഞാൻ മുല്ലപ്പള്ളിക്ക് വേണ്ടിയിട്ട് പാടാനൊക്കെ പോയിരുന്നു. നിലമ്പൂര് മണ്ണിൻ്റെ മാനം കാക്കാൻ മുല്ലപ്പള്ളിയെ വിളിക്കൂ, കേരളം രക്ഷിക്കൂ, നിങ്ങൾ ഇന്ദിരാഗാന്ധിയെ വിളിക്കൂ, കേരളം രക്ഷിക്കൂ, നിങ്ങൾ ഇന്ദിരാഗാന്ധിയെ വിളിക്കൂ. അങ്ങനെ എല്ലാ സെൻറ്റൻസൊക്കെ ഇപ്പോൾ മറന്നുപോയി പ്രചരണത്തിന്. അന്ന് മുല്ലപ്പള്ളി I കോൺഗ്രസും ആര്യാണ കുഞ്ഞാക്ക കോൺഗ്രസ് ആയിരുന്നു, LDF-ൻ്റെ കൂടെയായിരുന്നു. പിന്നീട് 82 ഈ TK ഹംസയും കുഞ്ഞാക്കി മത്സരിച്ചപ്പോൾ ഞാൻ ഹംസാക്കാരുടെ കൂടെ LDF-ലേക്ക് അങ്ങനെയാണ് പോയത്. ഈ വ്യത്യസ്ത രാഷ്ട്രീയത്തിന്റെ കഥ അങ്ങോട്ട് ചോദിച്ചാൽ നെഹ്റു കുടുംബത്തിന്റെ കഥ നൌഷാദ് ഇങ്ങോട്ട് പറയും. നെഹ്റു കുടുംബത്തിൻ്റെ പല ഗ്രൂപ്പുണ്ട്. മേനകാഗാന്ധി BJP, സോണിയാഗാന്ധി കോൺഗ്രസ്, മേനകാഗാന്ധിൻ്റെ മകൻ BJP, രാഹുൽ ഗാന്ധി കോൺഗ്രസ്. അത് പാരമ്പര്യമായിട്ട് അവിടെ നിന്ന് തന്നെ തുടങ്ങണതല്ലേ. നിലമ്പൂരിലെ ഈ ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ നേതാക്കളുടെ പ്രിയപ്പെട്ട ഭക്ഷണയിടമായി ആലിക്കായുടെ കട മാറിക്കഴിഞ്ഞു. പൊറോട്ടയും ബീഫ് ചാപ്സും പോലെ, ഊണും മത്തിയും പോലെ. ആലിക്കായുടെ മക്കൾ സ്നേഹരാഷ്ട്രീയത്തിന്റെ നല്ലൊരു കോമ്പിനേഷനാണ്. പൊറോട്ടയും ബീഫ് ചാപ്സുമാണ് ആലിക്കായുടെ കടയിലെ മെയിൻ ഹൈലൈറ്റ്. പക്ഷേ അതിനേക്കാൾ രുചിയുണ്ട് രാഷ്ട്രീയത്തിനപ്പുറമുള്ള ഈ സഹോദരങ്ങളുടെ സ്നേഹത്തിന്. നിലമ്പൂരിൽ നിന്ന് ക്യാമറമാൻ നല്ലേ മുരുകനൊപ്പം ഷിനോജസ്കി, മാതൃഭൂമി ന്യൂസ്.